നമുക്കിന്നൊരു അടിപൊളി 5 kg ഒരു ഡെമോളിഷൻ ഹാമറാണ് നമുക്ക് റിപ്പയറിന് വന്നിട്ടുള്ളത്. ഇത് നമ്മളിങ്ങനെ പവറിലേക്ക് കൊടുത്തിട്ട് എത്ര പ്രാവശ്യം ഓണാക്കി നോക്കിയാലും ഇത് ഓണാവുന്നതേ ഇല്ല. വീണ്ടും 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 എല്ലാം നോക്കി ഓണാവുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്യാം, ഇതിൻ്റെ കംപ്ലയിൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ പിന്നെ ഏതൊരു മെഷീനായിരുന്നാലും ആദ്യം പവർ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷീനുള്ളിൽ ആർമേച്ചറിൻ്റെയോ കോയിലിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും വെള്ളം നിൽപ്പുണ്ടോ അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. അപ്പോൾ ഞാൻ തന്നെ ആദ്യം തന്നെ ഒരു ബ്ലോവറൊക്കെ അടിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതൊക്കെ നമ്മുടെ ടൈറ്റ്നറൊക്കെ എടുത്ത് അതിനെ ഓരോ സ്ക്രൂകളൊക്കെ ഇങ്ങനെ ഊരി അല്ലെങ്കിൽ സെറ്റെല്ലാം വലിച്ച് പറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് പൊളിച്ച് കഴിഞ്ഞാൽ അറിയാം ഇതിനെന്താണ് ഇഷ്യൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആർമേച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നമുക്ക് അറിയാൻ പാടില്ല. ആദ്യം നമുക്ക് ഇലക്ട്രിക്കൽ സൈഡ് നോക്കാം. ഇലക്ട്രിക് സൈഡിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആർമേച്ചർ സൈഡ് നോക്കാം. ആർമേച്ചറിൻ്റെ ഭാഗത്ത് നല്ലപോലെ ഹോട്ട് എയർ ബ്ലോവർ ഉണ്ടെങ്കിൽ അത് തന്നെ അടിക്കാൻ നോക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഹോട്ട് എയർ ബ്ലോവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് തന്നെ അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളിതിങ്ങനെ തുറന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ശ്രദ്ധിക്കണം, നമ്മൾ പവർ ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഷോർട്ടാവാം, ഷോക്ക് അടിക്കാം, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ടു അതിൽ നല്ലൊരു പൊട്ടൽ വീണിട്ടുണ്ട്. നമ്മുടെ കേബിളിൽ ഇലക്ട്രിക്കൽ സൈഡിലാണ് നമുക്ക് ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സാധനം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ അഡീഷണൽ കേബിളിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന കേബിൾ തന്നെ നല്ലതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ആ ഒരു റോളർ പോലത്തുള്ള സാധനത്തിൽ കിടന്ന് ഇറങ്ങിയിട്ട് അതിന് ബുദ്ധിമുട്ടായതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ അതെല്ലാം ഇളക്കി നോക്കിയിട്ട് ആ കേബിളിൻ്റെ കണ്ടീഷൻ കൂടെ നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കേബിൾ തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. നമ്മളപ്പോൾ അതിൻ്റെ കേബിളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കട്ട് ചെയ്ത കേബിളൊക്കെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ സ്ക്രൂ ഒക്കെ പതുക്കെ ഊരി എടുത്തിട്ട് നമ്മുടെ മെഷീൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അഡീഷണൽ കേബിൾ ഇട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഓക്കെയാണെങ്കിൽ നമുക്ക് വേറെ പ്രോബ്ലം ഇല്ല. ഇപ്പം ഞാൻ നമ്മുടെ ഈ ഒരു ഇതിലുള്ള കേബിൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വലിയ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അത് തന്നെ അതിൻ്റെ സ്ലീവൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വർക്കാവുന്നുണ്ട് ഇല്ലെന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് തന്നെ കണക്ഷനെല്ലാം കൊടുത്തു. സ്ലീവിടുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. സൂക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിലുള്ള കളിയാണ്, ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ സ്ലീവൊക്കെ അടിച്ച് എല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ബോഡി അടച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഏതാണ്ട് കണക്ഷൻ വർക്കുകളെല്ലാം ഓക്കെ ആയി. വീണ്ടും നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് അടച്ച് വൃത്തിയാക്കി എടുക്കാനുള്ള പരിപാടി നോക്കുവാണ്. കണക്ഷനെല്ലാം ഓക്കെ ആയി. കേബിളൊക്കെ ടൈറ്റ് ചെയ്യുകയാണ്. കേബിളൊക്കെ ടൈറ്റാക്കി ബോഡിയുടെ ഓരോരോ ഭാഗങ്ങളൊക്കെ പഴയതുപോലെ തിരിച്ച് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. കൊള്ളാം, നല്ലൊരു മെഷീനാണ്. കുമി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏതാണ്ട് ഒരു 4-5 വർഷത്തോളം പഴക്കമുള്ളൊരു മെഷീനാണെന്നാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത്. ഇതുവരെ വേറെ ആർമേച്ചറിലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ പുള്ളിക്ക് തന്നെ സംശയം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ത് പറ്റി എന്നുള്ളത്. ഒരു പ്രാവശ്യം നമ്മളത് കേബിൾ മാറ്റി കൊടുത്തതാണ്.